ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് കേട്ടോ. മോമോസ് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. പക്ഷേ ഇതൊരു വെറൈറ്റി മോമോസാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ട്രാൻസ്പെറൻറ്റ് മോമോസ് എന്നുള്ള. ഈ ഒരു മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒന്നും തന്നെ വേണ്ട. അരിയും മൈദയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോമോസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ദാ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് നമ്മളെ സാബൂദാന എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. നമ്മളെ സാബൂനരി അതാണ് സാധനം. സാഗോ എന്നാണ് പറയുക. അതൊരു 3/4 കപ്പാണ് ഞാൻ എടുത്തിട്ട്. ഒരു കപ്പ് ഫുള്ളായിട്ടില്ല. ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം തീയാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഈ ഒരു പിന്നെ സാബൂദാന നല്ല ചൂടായിട്ട് വരണം. നല്ലോണം ചൂടാവണം. അപ്പോൾ ഏകദേശം ഒരു 5, 6 മിനിറ്റ് സമയമെടുക്കും നന്നായിട്ട് ചൂടായി വരാനായിട്ട്. ഇളക്കിയും കൊണ്ട് നിൽക്കണം. അപ്പോൾ അത് തൊട്ടാൽ നല്ല ചൂടുണ്ടാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇത് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. കളറൊന്നും മാറാൻ പാടില്ല. നന്നായിട്ട് ചൂടാവണം. ഒരു 5, 6 മിനിറ്റ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ. ചൂട് ഫുള്ളായിട്ടൊന്ന് ആറിയതിന് ശേഷം നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിൽ തരികളുണ്ടോ എന്നുള്ളത് നോക്കണം. തീരെ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ നല്ലൊരു കണ്ണി അടുത്തിട്ടുള്ള അരിപ്പ എടുക്കണം കേട്ടോ. പൊടി അരിക്കുന്ന അരിപ്പ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കണ്ണി അടുത്തിട്ടുള്ള അരിപ്പയിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് അരിച്ചെടുക്കുക. തീരെ ഇതിൽ പൊടിയാത്ത തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊടിച്ചത് നന്നായിട്ട് പൗഡറായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒറ്റ തരി പോലും ഇല്ല. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്താണ്. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മളെ സാബുനരിൻ്റെ പൗഡർ. ഇനി ഇതിലേക്ക് ആ സെയിം ക്വാണ്ടിറ്റി തന്നെ 3/4 കപ്പ് തന്നെ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കോൺഫ്ലവറും സെയിം ക്വാണ്ടിറ്റി തന്നെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അത്രയല്ലേ നമ്മളെ ഉള്ളൂ ക്വാണ്ടിറ്റി. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുഴയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്മൾ തിളച്ച വെള്ളമാണ് കേട്ടോ. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ കെറ്റിൽ തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് കുഴച്ചെടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം അധികമായി പോകാൻ പാടില്ല. കുറേശ്ശെ കുറേശ്ശെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അധികമായി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മാറ്റി പിന്നെ നമ്മൾ സാബൂനരിയൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. സെയിം ക്വാണ്ടിറ്റി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അളവിൽ വ്യത്യാസം വന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പൊടി മൊത്തത്തിൽ നനഞ്ഞെന്ന് ഉറപ്പ് വരുത്തണം. അതിന് ശേഷമാണ് കുഴക്കുക. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നനഞ്ഞിട്ടില്ല. കുറച്ചും കൂടെ ഒഴിക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരു കുഴക്കാൻ പറ്റുന്ന പാകമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നനവായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അത് ലൂസായി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൂസായി പോയാൽ നമുക്ക് എക്സ്ട്രാ പൊടിയൊന്നും ചേർത്ത് ഇത് കുഴച്ചെടുത്താൽ പിന്നെ അത് ശരിയാവില്ല. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം അതാ സ്പൂൺ വെള്ളമൊക്കെ ഒന്ന് വടിച്ചെടുത്തിട്ട് ഇനി കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി വെക്കാനും പാടില്ല കേട്ടോ. ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. കുറച്ചൊരു ചൂടുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കുക. അപ്പോൾ നല്ല ചൂടുണ്ട് ഇത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നന്നായിട്ടൊന്ന് ഉരുട്ടി ഉരുട്ടി ഇതൊന്ന് കുഴച്ചെടുക്കണം. ചൂടാറാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ മാറ്റി നമുക്ക് കുഴക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ. അപ്പോൾ ഒരു റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. ലൂസായി പോകാനും പാടില്ല. ഭയങ്കരമായിട്ട് ഹാർഡായി പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നന്നായിട്ട് കൈവലിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. ഞാൻ പറഞ്ഞില്ല നമ്മൾ സാധാരണ ഒരു ഉരുളയൊക്കെ നമുക്ക് ഉരുട്ടുന്ന പോലെ അങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നോളും. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ ഇതൊന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. നമ്മളെ ഫില്ലിംഗ് ആവണ സമയം മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തീയാക്കി വെക്കുക. ഞാനിപ്പോൾ ഇവിടെ പ്രോൺസ് വെച്ചിട്ടാണ് ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചെമ്മീനാണ്, വലിയ ടൈപ്പുള്ള ചെമ്മീനാണ്. ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. ഇതൊരു 300 ഗ്രാം വെയിറ്റ് ഉണ്ട് കേട്ടോ.
അപ്പോൾ കുറച്ചധികം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ചെമ്മീൻ്റെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അതാണ് കുറച്ച് കൂടുതൽ എടുത്തത്. ചെമ്മീന് പകരം നിങ്ങൾക്ക് ചിക്കനും കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. ഇതിനെ അരിഞ്ഞിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ക്രഷ് ചെയ്ത പെപ്പറാണ്, കുരുമുളക്. ഇപ്പോൾ പൊടിച്ച് വെച്ച പൊടി ഇടാൻ പാടില്ല, നിങ്ങൾ ഒന്ന് ചതുക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടി ചേർക്കുന്നത്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം തീയിലാണ് ഇപ്പോൾ തീ ഉള്ളത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങി. ഒന്ന് ചൂടാവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം പച്ച കളറിലുള്ളത് ഒരു 1/2 കപ്പോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് യെല്ലോ ബെൽ പെപ്പർ, സെയിം സാധനത്തിൻ്റെ മഞ്ഞ കളറിലുള്ളത്, അതും സെയിം ക്വാണ്ടിറ്റി തന്നെ 1/2 കപ്പ് ഇട്ട് കൊടുത്ത്. അതുപോലെ തന്നെ റെഡ് കളറിലുള്ളതും സെയിം ക്വാണ്ടിറ്റി ഒരു 1/2 കപ്പോളം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെമ്മീൻ്റെ കൂടെ തന്നെയാണ് ഒന്നിച്ചാണ് ഇത് വെന്ത് കിട്ടേണ്ടി കേട്ടോ. എല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് മതി, അതിൽ കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക എല്ലാം കൂടെ. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് കളറ് മാറാൻ തുടങ്ങി, ലൈറ്റായിട്ടൊരു റെഡ് കളറിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു ലേശം ഒരു 2 പിഞ്ചും കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് ഇത് ചൂടാവണതനുസരിച്ച് അതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടി തുടങ്ങും. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിം ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഒന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഇതിന് മോമോസിന് വേണ്ടത് സെസ്മി ഓയിലാണ്. നമ്മൾ സാധാരണ നല്ലെണ്ണല്ല, ആ നല്ലെണ്ണ ഒന്നും കൂടെ ഫിൽറ്റർ ചെയ്ത് വരുന്ന ഇതിനായിട്ടുള്ള ഒരു ഓയിലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ കുറച്ച് സോസാണ് വേണ്ടത്. ഒരു ചില്ലി സോസ് വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ചില്ലി ഗാർലിക് സോസാണുള്ളത്, അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് കുറച്ച് സോയാ സോസ് വേണം, കട്ടിയുള്ള സോയാ സോസ്, അതും 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് ഇനിയിപ്പോൾ വിനെഗർ വേണം, അതും 1 ടീസ്പൂൺ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സോസുകളൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്ത് കൊടുക്കണം. സെയിം ക്വാണ്ടിറ്റിൻ്റെ ഒരു 1/2 കപ്പോളം സ്പ്രിംഗ് ഓനിയൻ വൈറ്റും ഗ്രീനും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചതാണ്. അത് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ ഫില്ലിങ്ങിൻ്റെ പണി. എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ ടൈം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. നമ്മളെ വെജിറ്റബിൾസ് ഒന്നും അതുപോലെ തന്നെ പ്രോൺസ് എന്നൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് ഉണ്ടാവും. ഒരുപാട് നേരിട്ട് ഇത് കുക്ക് ചെയ്യരുത് കേട്ടോ, ഒരു ഹാഫ് കുക്കേ ആവാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. നേരത്തെ ഞാൻ പൊടി അരിച്ച സെയിം അരിപ്പ് തന്നെയാണ്. അതിലേക്ക് നമ്മൾ ഈ ഒരു ഫില്ലിങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലുള്ള ആ ഒരു എക്സ്ട്രാ സ്റ്റോക്ക് ഇല്ലേ, അത് അടിയിലേക്ക് നമ്മൾ അരിപ്പയിൽ കൂടെ അരിച്ച് അതിലേക്ക് വരും. അത് കളയാനുള്ളതല്ല കേട്ടോ, അത് മോമോസിന് ഉപയോഗിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ സ്റ്റോക്ക് അടിയത്തെ പാത്രത്തിലേക്ക് വരും. അപ്പോൾ ഇത് ഈമേൽ വെച്ചാൽ മതി കേട്ടോ, എക്സ്ട്രാ ഉള്ളത് മൊത്തം അങ്ങ് വന്നോട്ടെ. അപ്പോൾ ഈ ഫില്ലിങ് ഈ സ്റ്റോക്ക് പോയി എന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും സംശയിക്കാൻ കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മളെ മാവ് എടുക്കുക. ഇതിനി ഒന്നും കൂടെ ഒന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. ഇതൊരു എലാസ്റ്റിക് പോലെയാണ് കേട്ടോ ഉണ്ടാവുക, ഒരു റബ്ബർ പോലെയാണ് ഉണ്ടാവുക. അതിനൊന്നും കൂടെ ഒന്ന് കുഴച്ച് ഒന്ന് വലിച്ചെടുക്കണം. കൈവച്ചിട്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നോളും. വേണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നല്ല ഒരു റബ്ബർ കളിക്കുന്ന പോലെ ഉണ്ടാവും. നമ്മളൊരു ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഇതിൻ്റെ ഈ മോമോസ് ഉരുട്ടുന്നതും ഷേപ്പ് ആക്കണമൊക്കെ ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാവുക കേട്ടോ. നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതിൽ തന്നെ നമുക്ക് ബോൾസ് ആയിട്ട് എത്ര വലുപ്പത്തിലുള്ള മോമോസ് ആണോ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് ആ ഒരു വലുപ്പത്തിലേക്കുള്ള ഉരുളായിട്ട് നമുക്കിത് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ആദ്യം 2 ആക്കുന്നുണ്ട്, എന്നിട്ടാണ് മുറിക്കുന്നത്. ഒന്നും കൂടെ ഉരുട്ടി കൊടുക്കുക. ചെറിയ ചെറിയ മോമോസ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇതിവിടെ സ്നാക്ക് ആയിട്ടല്ല, ഞങ്ങളൊരു ഫുഡായിട്ട് ഒരു മീലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഡിന്നറിനാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. ചായക്കാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടെ ചെറിയ സൈസിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് ഓരോരോ ഷേപ്പ് ഓരോരോ സൈസിലുള്ള ഉരുളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. കത്തി കൊണ്ട് കട്ട് ചെയ്യലാണ് നല്ലത്. ഇത് മൊത്തത്തിൽ ഇനിയിപ്പം ബാക്കി പകുതി ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് തിരിച്ച് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇത് കവർ ചെയ്ത് വെക്കണം എപ്പോഴും കേട്ടോ. നമ്മൾ ഓരോന്ന് എടുക്കുന്ന സമയത്തും ബാക്കി കവർ ചെയ്ത് വെക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ബാക്കി രണ്ടാമത്തെ പകുതി ഞാൻ മുറിച്ചയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് എടുത്തതിന് ശേഷം ബാക്കി അവിടെ കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതാ ആ ഒരു ഫസ്റ്റ് ഉരുള ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്നും കൂടെ ഒന്ന് കൈവച്ച് ഉരുട്ടിയിട്ട് ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. പരത്താൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലോർ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. മൈദപ്പൊടിയൊന്നും ഉപയോഗിക്കില്ല, നമ്മൾ കോൺഫ്ലവർ തന്നെ. അപ്പോൾ കോൺഫ്ലവർ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഇത് അതിൽ മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണ്ട. പരത്താനൊന്നും ഒരു പ്രയാസമില്ല, പെട്ടെന്ന് പരത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. ചായക്കൊക്കെ ആണെങ്കിൽ ചെറിയ സൈസ് ആയിരിക്കും നന്നാവുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിത്തിരി വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തടി ഞാൻ കാണിച്ചു തരാം, നല്ല നൈസാണ്.
ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു തടിയിലാണ് ഞാനിത് പരത്തിയെടുത്തത് കേട്ടോ. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം സാധാ നോർമൽ വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളമാണ്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തൊട്ടിയില്ലെങ്കിലും ഒട്ടി കിട്ടും കേട്ടോ, പക്ഷേ ഇത് കുറച്ചും കൂടെ ഒന്ന് ഈസിയാണ്, പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെള്ളം തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് വെള്ളം എല്ലാ ഭാഗത്തും തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫില്ലിങ്, നമ്മളിവിടെ അരിച്ച് വെച്ച ഫില്ലിങ് കണ്ടില്ലേ, ഈ ഒരു നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അടിയിലൊക്കെ അതിൻ്റെ സ്റ്റോക്കും പോയി. അപ്പോൾ അത് നമ്മളിനി 1 2 ടേബിൾ സ്പൂൺ എത്ര വേണം നോക്കിയിട്ട്, നമ്മൾ എത്ര വലുപ്പത്തിലുള്ള മോമോസാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ്ങൊക്കെ അത്യാവശ്യം വേണം കേട്ടോ, തീരെ കുറഞ്ഞു പോകരുത്. ഇനിയിപ്പോൾ അതാ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഇതാക്കിയെടുക്കാം, കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ ഏത് മോമോസ് പല ഷേപ്പിലുണ്ടാക്കും, ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആദ്യം കാണിക്കുന്ന ഒരു കിഴി പോലെ മൊത്തത്തിലൊന്ന് ചുരുട്ടിയെടുത്തിട്ട് ഒരു കിഴി പോലെയാണ് ആദ്യത്തെ കാണിച്ചു തരുന്നത്. ഇതിങ്ങനെ ആക്കിയെടുക്കാൻ എങ്ങനെയാണ് ഈ ഒരു മോമോസിൻ്റെ ഷേപ്പിലേക്ക് മടക്കുക എന്നുള്ളത് അറിയില്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഇതിന് മാത്രമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ. സാറ്റിസ്ഫാക്ഷൻ വീഡിയോസ് എന്നൊക്കെയാണ് അതിന് പറയുക, എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ക്ലേ വെച്ചിട്ടാണ് അവർ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. വീഡിയോസിൽ ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും പല പല ഷേപ്പിലാക്കി എടുക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓരോരുത്തരെ കലാവാസന അനുസരിച്ച് നല്ല നല്ല ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എനിക്കിപ്പോൾ അങ്ങനെ ഒരുപാട് ഷേപ്പിലൊന്നും അറിയില്ല. എനിക്കറിയുന്ന 2 ഷേപ്പ് ഞാൻ കാണിച്ചു തരാം. 2 3 ഷേപ്പ് അറിയാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് മോമോ ഉണ്ടാക്കിയത് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഒന്നും ആവില്ല കേട്ടോ, തുറന്നൊന്നും പോരൂല. നല്ലോണം ഒട്ടിയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതും ഞാൻ അടുത്ത രണ്ടാമത്തെ ഉരുളെടുത്തിട്ട് ഇതേപോലെ സെയിം പരത്തി വെച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ട് പരത്തി വെക്കുക. ഇനിയിപ്പോൾ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ എല്ലാ സൈഡിലും കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുക, ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തും ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിലായിട്ട് നമ്മൾ നല്ലോണം ഫില്ലിങ് വെച്ച് കൊടുക്കുക. എനിക്കിവിടെ 2 സ്പൂണാണ് ഫില്ലിങ് വേണ്ടി വന്നത് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിലുള്ള മോമോസ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ചെറിയ മോമോസൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ 1 സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഫില്ലിങ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചെമ്മീൻ ഇട്ടതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചേർക്കാം. ഇനി അതും ഇല്ലെങ്കിൽ വെറും വെജിറ്റബിൾസ് മാത്രം ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യണത് ഒരു ഭാഗം മാത്രം ഒന്ന് ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാമെന്ന് പറയില്ല, അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു ഭാഗം ഒന്നിങ്ങനെ ചുരുക്കി വെച്ച് കൊടുക്കുക, ഒരു ഭാഗത്തൊന്നും ചെയ്യണ്ട. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ അത് കണ്ടില്ലേ, ഒരു ഭാഗം മാത്രം ഞാനിങ്ങനെ ഒന്ന് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാരിക്കൊക്കെ പ്ലേറ്റ് ഇടുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുക, ഒരു ഭാഗം മാത്രം. ഇപ്പുറത്തെ ഭാഗം ഒന്നും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ മടക്കിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓരോ ഭാഗം ഒന്ന് നമ്മൾ ചുരുക്കിയുന്നത് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈവച്ചൊന്നും കൂടെ ഒന്ന് ചുറ്റിയെടുത്താൽ ഒരു കേവ് രീതിയിൽ വരും കേട്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു വളഞ്ഞ രീതിയിൽ ഒരു ഭാഗം മാത്രം നമ്മൾ മടക്കി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അത് വേറൊരു ഷേപ്പിലേക്കായിട്ട് വരും. ഇപ്പോൾ അത് രണ്ടാമത്തെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ ഷേപ്പിലാക്കണോ അങ്ങനത്തെ ഷേപ്പിൽ നമുക്കിത് മടക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഞാനിപ്പോൾ ഒരു ട്രേയിൽ കുറച്ച് കോൺഫ്ലവർ അടിയിലൊന്ന് വിതറി കൊടുത്തിട്ട് അതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാണിച്ച മൊത്തം ഞാൻ 2 ട്രേയിലാക്കി വെച്ചിട്ടുണ്ട്. 2 പാത്രത്തിലാണ് സ്റ്റീം ചെയ്യണത്. അപ്പോൾ അത് ഫസ്റ്റ് പാത്രം ഇവിടെ വെള്ളം തളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു അടിയിലുള്ള ട്രേ ഇല്ലേ, അതിൽ നമ്മളൊന്ന് എണ്ണ പുരട്ടി കൊടുക്കണം കേട്ടോ. അതൊന്നും വീഡിയോയിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ. അതിൽ കുറച്ചൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കും. ഇനിയിപ്പോൾ ഓരോ മോമോസ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു മോമോസ് അടുത്ത മോമോസിനെ തൊട്ടിട്ടുള്ള രീതിയിൽ വെക്കരുത് കേട്ടോ. കുറച്ച് വിട്ട് വിട്ട് വെച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകും കേട്ടോ. സ്റ്റീം ചെയ്യുന്ന സമയത്ത് രണ്ടും ഒട്ടി കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ട് വിട്ട് വെച്ച് കൊടുക്കണം. ഒന്ന് തൊട്ടും മറ്റേതിനോട് തൊട്ടുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ 2 പാത്രത്തിലായിട്ട് ഞാനവിടെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സോസാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ സ്റ്റോക്കില്ല, അതാണിത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് തീരെ കളയണ്ട, ഒരിത്തിരി 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ്, അതിനൊന്നൊരു പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വിനെഗറും ചേർത്തിന്, 1 ടീസ്പൂൺ തന്നെ ഞാൻ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിള വരുന്ന സമയത്ത് തന്നെ അത് കുറുകി വരും കേട്ടോ, ഒന്നും ചേർക്കേണ്ടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തിളയ്ക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് കുറുകി വരും. ഒരുപാട് നേരിട്ട് വറ്റിക്കൊന്നും വേണ്ട, തിളച്ചാൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഒരു നുള്ളും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സോസ് റെഡിയാണ്. ഇനിയിപ്പോൾ ഞാനിത് വീഡിയോ ആയതുകൊണ്ട് ഒരു നുള്ള് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അത് ഒരിക്കലും നിർബന്ധമായിട്ടുള്ള സാധനമല്ല, ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മളെ സോസ് ഇവിടെ റെഡിയായി. അടിപൊളി സോസാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു മൊമോസിൻ്റെ ഫില്ലിങ്ങിൻ്റെ ആ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരിക കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക
ടേസ്റ്റാണ്. ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ മോമോസ് ഇവിടെ സ്റ്റീം റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റാണ് ഞാൻ വെച്ചത്. ഇനിയിപ്പോൾ തുറന്ന് നോക്കുക. അപ്പോൾ തുറന്ന ഉടനെ വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. അതിൻ്റെ ആവി ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും കേട്ടോ. അത് കണ്ടില്ലേ? ഇങ്ങനെ ആ ഒരു ആവി പോക്കണതനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ളത് കാണാൻ തുടങ്ങും. അപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രയൽ വെച്ചതാണിത്. അപ്പോൾ അത് ഞാൻ വേറെ വേറെ ഷേപ്പിലാണ് വെച്ചത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാത്ത ഒരാൾക്ക് തീരെ കോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ സെൻറ്റർ തുറക്കുന്ന രീതിയിൽ ഒരു കിഴി പോലെ ആക്കിയെടുത്തതാണ്. ഇതും പിന്നെ മറ്റേതും ഞാൻ രണ്ടും നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ ഈ ഒരു ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് മടക്കിയെടുക്കണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ അടിപൊളി മോമോസ്, ട്രാൻസ്പെറൻറ്റ് മോമോസ് ഇവിടെ റെഡി ആയിന്. സൂപ്പർ ടേസ്റ്റാണ്. സാധാരണ മോമോസ് കഴിക്കുന്ന ടേസ്റ്റേ അല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകരുത്. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ കാണുന്ന സമയത്ത് നല്ല ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണുമ്പോൾ. അതുപോലെ തന്നെയാണ് തിന്നാനും ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ, കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.